LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. அம்மா நான் ரெடி. அம்மா அம்மா சீக்கிரம் எங்கிட்ட ரெடி ஆனோம் சொல்லிட்டு அம்மா எங்க இருக்கீங்க? ஹலோ முத்துக்குமரன் அண்ணா. நான் நல்லா இருக்கேன். நீங்க? ஆமா நான் எர்ணாகுளத்துல தான் இருக்கேன். ஐயோ நாங்க இப்ப பாழூர் அம்மா வீட்டுல கிளம்ப போறோம். ஆமா பாழூர் எர்ணாகுளத்திலே தான். நாங்க அங்க போயிட்டு உங்களை கூப்பிடுறேன். பிளான் எல்லாம் மாத்த வேண்டாம். பரவாயில்ல. நான் கூப்பிடுறேன். சரி வச்சிருங்க. എന്ത് சொன்ன? முத்து அண்ணா கேட்டாங்க நாம எல்லாம் நல்லா இருக்காங்களா அப்படியெல்லாம் கேட்டாங்க. நான் ரொம்ப நாளாச்சு பாரு கூப்பிட்டுட்டு. ஆண்டி பிளான் மாத்தின കാര്യമൊക്കെ പറയുന്നിട്ട് அது வந்து பாரு அவங்க இல்ல நம்ம கங்கைபுரத்துல பாட்டி உனக்கு ஞாபகம் இருக்குல்ல? அந்த பாட்டிக்கு மதுரை போகணும்னு ரொம்ப ஆசையா இருக்கான். அதனால என்ன கூப்பிட்டாங்க. ஆனா நம்மளுக்கு இப்ப போக முடியாதுல்ல, நம்ம படவெல்லாம் போறோம்ல, அந்த விஷயம் சொல்லிட்டு இருந்தோம். ஆனா பாட்டி என்ன சொல்றாங்க, கனகம் வந்தா தான் போக முடியும்னு. பாட்டியோட ஆசை தானே. அதனால நான் சொன்னேன் இப்ப வர முடியாது, நீங்க பிளான் எல்லாம் மாத்த வேண்டாம், அவங்க പോയിക്കട്ടും എന്നെല്ലാം சொன்னோம். அவ்வளவுதான். പോയിക്കിട്ടും അവരുടെ പ്ലാനൊന്നും ഒരു മാറ്റം വരില്ല. പക്ഷെ നമ്മളിപ്പോ പടവലത്ത് പോകാൻ പോണ പ്ലാന് മിക്കവാറും പൊളി. അതെന്നെ എങ്ങനെ പോവും? അമ്മൂമ്മ ഇറങ്ങണ്ടേ? അയ്യോ അമ്മൂമ്മ എവിടെ? കാണാനില്ലല്ലോ. ആമാണ്ടാ ഞാനും കൂപ്പിട്ടെ. അമ്മൂമ്മ അമ്മൂമ്മ അമ്മ എന്തിനാ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എന്തിനാ കിടന്ന് വിളിച്ചു കൂടുന്ന? സുഖമായിട്ടിരിക്കണം അമ്മൂമ്മ? സുഖം. ശരി. നമ്മള് എങ്ങോട്ടാ പോവാൻ വേണ്ടി എന്തോ പ്ലാൻ ചെയ്തില്ലായിരുന്നു? പടവലത്ത് പോണ്ടേ? അപ്പോ സമയത്തിന് നേരത്തിനും കാലത്തിനും ഒന്നും അമ്മൂമ്മയല്ലേ കുറെ നേരിട്ട് പറഞ്ഞോണ്ടിരുന്നത് പോണം പെട്ടെന്ന് ഇറങ്ങണമെന്ന്. എടാ ഇറങ്ങിയല്ലോ, ഇനി അങ്ങ് പോയാ പോരെ. എവിടെ ഇറങ്ങി? ആരിറങ്ങി? എപ്പോ ഇറങ്ങി? നമ്മളെല്ലാം തയ്യാറായി നിൽക്കുമല്ലയോ? ഇപ്പൊ ഇറങ്ങണ്ടേ? ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങ്. ഇപ്പൊ പോവാന്നെങ്കിലേ വാഴക്കാലം ഒരു ബസ് ഉണ്ട്, അതാവുമ്പോ പുറത്തിറങ്ങാം. ബസ്സാ? നമുക്ക് ഓട്ടോയിൽ പോവാം. കൊച്ചെ 10,750 രൂപയാവും. അതിന് നമ്മളെ പൈസ ഉണ്ടല്ലോ അല്ലേ ആന്റി? ആമാ. എന്തൊക്കെയാ പറയുന്നേ? അമ്മൂമ്മ ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കണം. ഇവിടുന്ന് അങ്ങ് വരെ നടക്കണം. ബസ് കയറണമെങ്കിൽ ഫുള്ള് വെയിലാണ്, ചൂട്. എന്തിനാ ഓട്ടോ വിളിച്ചങ്ങ് പോയാ പോരെ? അനകം അമ്മ എന്നമ്മ അത് ഒരു 750 രൂപ താനേ കൊടുങ്കമ്മ. എന്നാ പിന്നെ അങ്ങനെ ആട്ട്. എല്ലാം അവിടെ എല്ലാം അടച്ചല്ലോ. അമ്മൂമ്മ ഇപ്പൊ അവിടെ അടച്ചിട്ട് ഞാൻ അവിടെ അടച്ചു. ഇവിടെ എല്ലാം റെഡിയാണല്ലോ. അതൊക്കെ അടച്ച്. இந்த டோர் க்ளோஸ் பண்ணணுமா? அந்த ഡോർ, இந்த டோர் മെയിൻ ഡോർ ക്ലോസ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഇറങ്ങി. മറ്റേ ഓട്ടോ ചേട്ടനെ വിളിക്കണോ? ഞാൻ വിളിക്കാം. ഹലോ നെല്ലുമേണ്ട, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞില്ലായിരുന്ന അങ്ങ് വരുമെന്ന് പടവലത്ത്? ഇവിടെ 2-3 പരിപാടി ഉണ്ടായിരുന്നു. മെയിൻ്റെനൻസ്. നമ്മുടെ തൊഴുത്ത് കുറച്ച് അലങ്കോലമായിട്ട് കിടക്കണ്, അതെല്ലാം അവിടെ നിന്ന് റെഡിയാക്കാനായിട്ട്. പിന്നെ വേറെ 2 തൂണിന് കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ. പക്ഷെ ഒന്നും നടന്നില്ല, പൊളിഞ്ഞു പോയി. അതിവിടെ വന്നപ്പോൾ തന്നെ മൊത്തം മഴ പെയ്ത് അലുക്കിൽ തയ്പ്പി. പിന്നെ മഴ പെയ്തന്നെ ചെറിയ അല്ല ഒന്നുമില്ല. ഞാൻ ഈ മഴ പെയ്തന്റെ അതല്ലെന്ന് മഴ പെയ്തെന്ന്. അല്ല ഞാൻ വീടിനകത്തിരിക്കണേ ശരിയാണല്ലോ. ഇത് ഓട് മാറ്റേണ്ട സമയായി. അല്ല അമ്മൂമ്മ പറഞ്ഞായിരുന്നു ഓട് മാറ്റണ്ടായോ. ദേശം എടുത്തിന്റെ ഓട മൊത്തം പൊളിച്ചാൽ കളഞ്ഞേ. വെള്ളം വീണോ പറഞ്ഞ ചെറിയൊരു ചൂടുണ്ടായിരുന്നില്ല. വെള്ളം ഞാൻ ഇപ്പൊ വിളിക്കാവേ.
ഇനി വല്ല മരപ്പട്ടിയും വല്ലതും തന്നെ. ഇനിയിപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, മനസ്സ് മടുത്തുപോയി. അടുക്കളയിൽ പോ, എന്നിട്ട് വയറ് നിറച്ചെല്ലാം കഴിക്കാം. അപ്പൊ ഈ മടുപ്പ് അങ്ങ് മാറും. ഏത് മരപ്പട്ടിയത്? ഇത്രയൊക്കെ ഉണ്ടോ മരപ്പട്ടി? എടീ എടീ കുട്ടിക്കുരുപ്പേ, നീ മനപ്പൂർവ്വമായിരുന്നല്ലേ? ഇന്ന് നിന്നെ നോക്കിക്കോട്ടെ, ശരിയാക്കി തരാൻ നിനക്കായിരുന്നു. എന്നാ പിന്നെ കാണട്ടെ. നീ അവിടെ നില്ലടി, ധൈര്യം ഉണ്ടെങ്കിൽ നില്ലടി. നേരെ വന്നും കേറ്. മക്കളില്ലേട്ടാ നിന്നെ കൊല്ലടി. നിനക്ക് എന്താടി എനക്ക്? നില്ലടി അവിടെ ഇല്ലേ? എന്താട്ടാ വയസ്സായ പൊന്നു പാറേ, നിന്നെ എന്റെ കിട്ടിയ നീ ഫ്രൈ ആടി, ഫ്രൈ. അതിന് കിട്ടണ്ടേ? നമുക്ക് രാവിലത്തെ ബോറടി മാറ്റണ്ടേ? വെല്ലു വിളിക്കണടി, വെല്ലു വിളിക്കണ നീ. നില്ലേ നില്ല നില്ലടി എവിടെ? എവളെ 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 എവളെ? നില്ലടി നിന്നെ നിന്നെ നിന്റെ മക്കളെ ഏടാ ചേട്ടാ ഒന്നും ചെയ്യൂല. മക്കളടന്നില്ലേ? നില്ലേ നില്ലടി നില്ല നില്ലടി. ஆமா ஆமா அதேதான் கரெக்ட். ஆமா நான் இங்கேதான் இருக்கேன். அதுதான். ஆமா ஆமா அதேதான். சரிங்க, அப்படின்னா நான் வச்சிடவா? சரி சரி. എന്താ? മധുരയിൽ ഇருந்து കൂപ്പിട്ടാങ്കടാ. നേരത്തെ അവിടെ നിന്ന് കൂപ്പിടുന്ന കണ്ടല്ലോ. മധുരയിൽ എന്തോ ഭയങ്കര വലിയ പ്ലാനിങ് ആന്ന് തോന്നുന്നു. അവിടെ വണ്ടി വിളിച്ചങ്ങോട്ട് പോകേണ്ട വരൂ. நம்ம மதுரைக்கு போகலைனாலும் மதுரை இங்கேயே வரும். அப்படிதானே கேசு? വരും. ചേട്ടാ എനിക്കിനി ഓടാൻ വയ്യ. ഞാൻ അങ്ങോട്ട് വരുമ്പോ എന്നെ ഒന്നും ചെയ്യരുത്. ഇല്ല മക്കളെ, എന്റെ മക്കളെ അല്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യാനാടാ? പൊന്നുമക്കളിങ് വാ. എനിക്കറിയാം, അല്ലെങ്കിൽ എന്നെ ചേട്ടന് ഭയങ്കര ജീവനാണെന്ന്. പിന്നെ ചേട്ടൻ ഒരു മാറ്റയ്യോടാ. ഇനി കളിച്ചാ ഇതൊന്നും ആയിരിക്കില്ല, സത്തോട്ട് ഞേറുള്ളൂ. നിന്റെ അടി നോക്കണേ. ചിരിക്കണ നേരത്തെ സത്യം പറയല്ലേ, ശരിക്കും പിടിച്ച ഇറുകിയാ. ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തതിന് സോറി. സോറി. ചേട്ടാ അമ്പലത്തിന്റെ അടുത്തുള്ള ആ ചായക്കടയില്ലേ, അവിടെ പോയാരാ? ഇതാകുമ്പോ നല്ല പഴംപൊരി കിട്ടും. നിനക്ക് ഇത്ര നേരം ഓടിക്കൊണ്ടിരുന്നപ്പോ ഇതാണ് ആലോചിച്ചോണ്ടിരുന്നത്. നിനക്ക് എന്തോടാ പെട്ടെന്ന്? പോവാ. നീ ചുമ്മാറുന്നല്ലേ? അല്ല എനിക്കൊന്നും അയ്യാ. பாவண்டா போடா. ഓ ശരി ശരി. പാറ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഒരു ഒറ്റ എടുത്തിട്ട് വാശിയുടെ പുറത്താണ് ഇപ്പൊ ഇറങ്ങിയേക്കണത്. മഴ വല്ലതും പെയ്താ നോക്കിയോ? മഴ പെയ്ത നമ്മൾ നനയും. കൊറേ നാളായി നനഞ്ഞിട്ട്. ഇവിടെ നനഞ്ഞ പനി പിടിക്കും കൊച്ചേ. ആ എന്നാ പിന്നെ നന്നായി. അതാകുമ്പോ പനി പിടിച്ച് ഒരാഴ്ച വീട്ടിൽ കിടക്കാലോ, സ്കൂളിൽ പോണ്ട. പനി പിടിച്ച് ഒരാഴ്ച എങ്ങനെയാ വീട്ടിൽ കിടക്കണേ? ആ പണ്ടത്തെ പനിയൊന്നും അല്ല ഇപ്പൊ. തക്കാളിപ്പനി, വെണ്ടയ്ക്കപ്പനി, അങ്ങനെ കൊറേ ഉണ്ടല്ലോ. അതുകൊണ്ട്
അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ പേടിയാ. സ്കൂളിൽ പോയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഐഡിയ ആണോ നോക്കിക്കോണേ. ജീവിക്കൂടി നീ, ജീവിക്കും. ചേട്ടാ 10-11 മണി വരെ കട കാണുമല്ലോ. ഒരു 11-12 ചായക്കട കാണും. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോ പിന്നെയും തുറക്കും. എന്ത്? അല്ല ചോദിച്ചേ. പറയേ, ഒരു 3 പഴംപൊരി മക്കൾക്ക് അങ്ങോട്ട് ചേട്ടൻ മേടിച്ചു തരും. അത് കഴിച്ചിട്ട് മിണ്ടായിരുന്നു കേട്ടാ. 3 അല്ല 4. 4? ഇതൊക്കെ എവിടെ പോണടി? അയ്യോ ശരി പൂർണ്ണം. ചേട്ടാ ഓ നോക്കേ. എന്തടി നോക്കടി, തലയിൽ ബാഗ് വെച്ച് കയറി പോണേ. ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടിട്ട് തമിഴ്നാട്ടുകാരാണ് കേട്ടാ. എന്തായാലും ഇവിടുത്തുകാരല്ല. അതുറപ്പല്ലേ? പറഞ്ഞാൽ ഇതീ കൂടെ എവിടെ കയറി പോണവര്? ശബരിമലയിൽ പോവായിരിക്കും. കണ്ടില്ലേ തലയിൽ ഇരുമുടിക്കെട്ട്. ഇത് റേഡി ശബരിമലയ്ക്ക് പോണത് ഇരുമുടി കിട്ടാ. നീ പോയേ പറയൂ. മാത്രമല്ല ഇങ്ങനെ ഒരു കൊച്ചെങ്ങനെ ദേവി അങ്ങോട്ടൊന്നും പോയല്ലേ, അവിടെ വലിയൊരു കുഴിയുണ്ട്, പോകുന്നെങ്കിൽ ഇപ്പുറത്തോട്ട്. കടവുളെ കാപ്പാത്തിട്ടെ. ആണ്ട ലക്ഷ്മി ബാലസുബ്രഹ്മണ്യ ചേച്ചി. ഇവരെന്തിവിടെ? லட்சுமிமா கேசு என்னம்மா மாமோய் எப்படி இருக்கீங்க? நல்லா இருக்கு. ஏய் ஐ ஆரு എന്നാലും എനിക്ക് അങ്ങോട്ട് ഇതാവല്ല. നിങ്ങളിപ്പോ എങ്ങനെ ഇപ്പടി ഇങ്ങ എനിക്ക് ரொம்ப മറ്റേ അർബുദമാ இருக்கு. അർബുദോ? അത് ക്യാൻസർ അല്ലേ ഏട്ടാ? അത് മറ്റേ അതല്ലടി ഞാൻ ഉദ്ദേശിച്ച മറ്റേ പോച്ചവിടുന്നു ഈ அதிசயமா இருக்கு. എന്നാലും നിങ്ങൾ എപ്പടി ഇങ്ങ വന്ന് പെട്ടോ? கனகத்தை கூப்பிட்டேன். நாம கோவிந்தாபுரத்துல இருந்து மதுரைக்கு போவோம். அப்போ கனகத்தை பார்த்துட்டு போலான்னு இப்படி வந்தேன். கோவிந்தாபுரத்துல കനകാന്റിയുടെ പ്ലാന് അങ്ങനെ വരട്ട്. ചുമ്മാ അതല്ല, രാവിലെ മുതൽ ഫോൺ വിളിച്ചോണ്ട് കിടന്ന് നമ്മൾ ചോദിച്ചപ്പോ മധുരൈ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. അല്ല, ഇത്രയും പറഞ്ഞ നാള് നിങ്ങക്ക് വഴി വൃത്തിക്ക് പറഞ്ഞില്ലേ? ലൊക്കേഷൻ ഒന്നും അയച്ചെന്നില്ല. லொகேஷன் அனுப்பிட்டு ஆனா கரெக்டா எங்க போறேன்னு தெரியல. வீடு எங்க இருக்கு? വീട് അങ്ങേ ഇருக்கு. നിങ്ങളിപ്പോ കയറി പൊക്കോണ്ടിരുന്നത് നമ്മുടെ തോട്ടം തന്നെ. പക്ഷെ പോയപ്പോ നേരെ ആറ്റിലോട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. അങ്ങേ പോലാമാ. എന്നാലും എനിക്കതങ്ങോട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ലക്ഷ്മിമാ. ഓ എന്നമ്മാ என்னடா? അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്തുക്കളെ? என்னப்பாப்பா அது? അതവളുടെ പുതിയ കെട്ടപ്പഴക്കം. கெட்டப்பழக்கமா? സംഭവം നല്ല പഴക്കമാണ്, പക്ഷെ ഇവള് ചെയ്തു വരുമ്പോ കെട്ടപ്പഴക്കവും. അതായത് മാമ, സംഭവം എന്തായിരുന്നു വെച്ചാല് ഇവള് നമ്മ മറ്റേ കണ്ണിലൊക്കെ പൊടി വാരി എറിയില്ല, നമ്മളെ ആൾക്കാരെ കയ്യിലെടുക്കുന്നതൊക്കെ മാതിരി പരിപാടി എല്ലാം ചെയ്യുവാള്. அப்படி இல்ல மாமா, பெரியார் கொடுக்கிற மரியாதை. அப்படியா? நல்லா இருக்கு, நல்லா இருக்கு. பாரு, ரொம்ப நல்ல தமிழ் பேசுற. അല്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും വാ, പഴംപൊരി കഴിക്കാൻ പോവാം. വാ. വീട്ടിലോട്ട് മാമ, വീട്ടിലോട്ട് വിളി. വീട്ടിലോട്ട് വാ. മാമാ ലക്ഷ്മിമാ ബാഗ് മാമാ ബാഗ് ഞാൻ പിടിക്കണം. பரவாயில்ல. കിളിയേ ചെറുകിളിയേ നറുമൊഴിയേ തളിരഴകേ ഇളവെയിലിൻ കണിമലരേ നിറകതിരേ കനവിതളേ ഈ ചുറ്റി ചുറ്റി പടരണ മുത്തരപ്പു മുല്ലക്കൊടിയേ കുട്ടിപ്രായം കഴിഞ്ഞെത്തി പട്ടൊടുത്ത പനിമതിയേ നിർബന്ധം. നമ്മ വെണ്ടയ്ക്ക ரொம்ப സ്പെഷ്യൽ തന്നെ അമ്മ. ரொம்ப സ്പെഷ്യൽ. സാമ്പാറുണ്ട്, മോരുണ്ട്, രസമുണ്ട്, കടുമാങ്ങയുണ്ട്, പിന്നെ കൂമ്പുതോരനുണ്ട്, മുരിങ്ങയിലിട്ട് കറിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ അതിന്റെ കൂടെ ഇത് കഴിക്കാനൊക്കെ ആര് വരും? ഇതെല്ലാം സാപ്പിടறதுக்கு ആളെല്ലാം വരുവാങ്ക. വരും. മധുരന്ന് നിന്റെ ബന്ധുക്കാർ വരും. ഇപ്പത്ര ചിരിക്കുന്നേ? ചിരിയൊന്നും വേണ്ട, ഇതൊക്കെ മര്യാദക്ക് കഴിച്ചോണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മൂമ്മ താരൊക്കെ വന്നേക്കണ നോക്കിയേ. ഗസ്റ്റ്
ലക്ഷ്മി മോളെ ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ, ആരും പറഞ്ഞതുമില്ല. லக்ஷ்மி அண்ணா முத்துக்குமரா அம்மா எப்படி இருக்கம்மா, நல்லா இருக்கீங்களா? ഓ സുഖമായിട്ടിരിക്കുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ മിണ്ടാതിരുന്നില്ലയോ? കനകം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. அம்மா உங்களுக்கு சர்ப்ரைஸ் கொடுக்கலாம்னு நினைச்சேன். இன்னைக்கு சொன்னேன்ல நான் மதுரைக்கு போகும்போது இங்க வரேன்னு, அம்மாவை பார்க்க வரேன்னு, அதான் வந்தேன். എന്തായാലും വന്നല്ലോ, 2-3 ദിവസം നിന്നിട്ട് പോയാ മതി. ஐயோ அங்க வந்து நிறைய வேலை இருக்கு. அங்க வந்து நிறைய வேலை அப்படி எல்லாம் சொல்ல முடியாது. எதுவானாலும் நீங்க இங்க வந்தீங்கல்ல, 2-3 நாள் இங்க தங்கிட்டு தான் போகணும். நான் விடவே மாட்டேன். ഇങ്ങ നിக்கலாம் പെരിയപ്പ, 2 നാൾ തങ്ങിയിട്ട് പോടാം. എനിക്ക് ഇങ്ങ ഇടം എല്ലാം പിടിച്ചിരിക്ക്. ഇവിടെ ഇടമെല്ലാം ഭയങ്കര രസമാണ്. നമ്മ ഇവിടെ അടുത്ത് ഒരു പാഴൂര് ഒരു കോവിൽ ഇருக்கு, ரொம்ப പ്രസിദ്ധமான കോവിൽ, അവിടൊക്കെ പോവാ. പിന്നെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ മാമ പറയാതിരിക്കാൻ പറ്റൂലല്ലോ, കിടുക്ക് സ്ഥലമാണ്. முத்துவண்ணா, உங்களுக்கு பிடிச்ச கேரளா சாப்பாடு இருக்குல்ல, அதெல்லாம் ரெடி பண்ணி வச்சிருக்கோம். അല്ല ആന്റി ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യമാണോ പറയണേ? ஆமா, അതിനുള്ള സമയമായില്ലല്ലോ ആന്റി, കിടക്കിയല്ലേ സമയം. മാത്രമല്ല ഇവർക്ക് വലിയ വിശപ്പൊന്നും കാണും. அப்படி யாரு சொன்னா? എനിക്ക് നല്ല പസിക്കുന്നു. ആണോ? അത്രയും വിശക്കുന്നുണ്ടോ? ഛേ, അയ്യോ, ഞാനും പാറും കൂടെ നേരത്തെ പഴംപൊരി മേടിക്കാൻ പോയതാണ് അമ്മൂമ്മ. അമ്മൂമ്മ രാവിലത്തെ ദോശ ഇരിപ്പുണ്ടോ? ഇരിപ്പുണ്ട്. അമ്മ നല്ല ദോശ ഇருக்கு, സമ്മന്തി ഇருக்கு, സാമ്പാർ ഇருக்கு, நல்லா இருக்கும். അത് തറേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയാവുമ്പോ ഉച്ചക്ക് സാപ്പാട് സാപ്പിടலாம். டேய், அவங்களுக்கு நம்ம ஸ்பெஷல் மோரிமல்ல இருக்குல்ல, அது ரொம்ப பிடிக்கும். அது முதல்ல கொடுக்கலாம். നമ്മ സ്പെഷ്യൽ മോരിമള്ളം എന്ന് പറയുന്നത് ആന്റി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മോരിമള്ളം എന്ന് പറയണം. ആന്റി പൈനാപ്പിൾ ഇരിപ്പില്ല ആന്റി? இருக்கு. അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്ക്. മക്കൾക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ മള്ളേ. ഈ പറയുന്ന ആൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടേ അല്ല കേട്ടോ. ആറിന്റെ ഒരു കാര്യം. முதல்ல குளிக்கணும், ரொம்ப நேரமா டிராவல் பண்ணி டயர்டா இருக்கு. மாமா குளிக்கலாம், கமான். ചേച്ചി, ചേച്ചിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടാ? நல்லா இருக்கு. நம்ம கங்கைபுரத்துல வீடு பெருசா இருந்தாலும் இவ்வளவு அழகில்ல. கேசு, இது ரொம்ப பழசான வீடு தானே? വയസ്സാണ് വീട്. അതെ അതെ, ரொம்ப വയസ്സാണ് വീട് തന്നെ. ഇവിടുത്തെ അകത്തളങ്ങളില് ഇതെല്ലാം കഥകൾ ഒളിച്ചു കിടപ്പണമെന്ന് അറിയൂ. ചേട്ടാ, ഇവിടെ 300 വർഷം പഴക്കമുണ്ടെന്നല്ലേ പറഞ്ഞേ? 300 മക്കളെ. ശരിക്കും പറഞ്ഞാല് ലക്ഷ്മിമ കേക്കണം, അതായത് സത്യം പറഞ്ഞാൽ ഇതിന്റെ പഴക്കം നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ഒരുപാട് വർഷം പഴക്കമുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ചരിത്രമൊക്കെ കുറച്ച് നോക്കി. അങ്ങനെ നോക്കിയതും പിന്നെ ഈ നമ്മുടെ ഈ താളിയോല കാര്യമില്ല, ഈ എന്താ തകിട് കേട്ടിരിക്കുക, അതെല്ലാം ഞാൻ പാത്തേ. അതെല്ലാം ഞാൻ പാത്തത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു വെച്ചാല്, ഒരു 500 വർഷം മുമ്പ്, 500 വർഷം പിന്നാടി இந்த വീട്ടില് கொஞ்சம் അറ്റകുറ്റപ്പണിയെല്ലാം നടത്തിയിருக்கு. അറ്റകുറ്റപ്പണി അതെല്ലാം നടത്തിയിருக்கு. അപ്പൊ ചുരുക്കം പറഞ്ഞ കുറഞ്ഞത് ഈ വീടിന് ഒരു 500 വർഷത്തിന് മുകളിലെങ്കിലും പഴക്കമുണ്ട്. ലക്ഷ്മിമാ കേക്കണം, അതായത് എന്റെ അപ്പൂപ്പനില്ലേ, അപ്പൂപ്പന്റെ അച്ഛൻ നീലകണ്ഠപിള്ള, അദ്ദേഹത്തിന്റെ അച്ഛൻ രാമനാഥപിള്ള, അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛന്റെ 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 അങ്ങനെ ഇങ്ങനെ കയറി കയറി പോവും. ഇതൊക്കെ പണ്ടത്തെ വലിയ നാടുവാഴികളായിരുന്നല്ലോ. എങ്ങനെ ഞാൻ പറയണത് മനസ്സിലാവണല്ലേ ലക്ഷ്മിക്ക്? അത് തന്നെ. ബാക്കി നടന്നോണ്ട് പോകാം. അപ്പോ നിറയെ കഥ ഇരിക്കുമാ? ആ, കൊറേ കഥയുണ്ട്. അതൊക്കെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സംഭവം എന്താണെന്നറിയോ ലക്ഷ്മിമാ, അങ്ക ഗംഗേപുരത്തിലെ വീട്ടിലെ ഒരു മുറി ഇറക്കില്ല, അടച്ചിട്ടേക്കണ മുറി. അന്ത മുറിക്കൊരു കഥ ഇറക്കില്ല, പൂസാരിയപ്പ ഇറ മുറി അല്ലേ? അതേപോലെ തന്നെ അതിനേക്കാളും വലിയ കഥകള് നമ്മുടെ ഈ വീട്ടില് ഉറങ്ങിക്കിടപ്പുണ്ട്. அப்படியா? ഓ, அந்த கதை சொல்ல முடியுமா? കഥ ഞാൻ പറയാം, പക്ഷേ ഞാൻ പേടിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞ് സെറ്റാണ്. അത് പറയണമെങ്കിൽ മുകളില് ഒരു മുറിയുണ്ട്, അവിടെ പോയിരുന്ന് തന്നെ വേണം. അവിടെ ആണല്ലോ പണ്ട് ഒരുപാട് കഥകൾ സംഭവിച്ചത്. அப்படியானா மேல போலாமா? പോവല്ലോ. അതൊക്കെ വേണം കേട്ടാ. വേണോന്നല്ലേ പറയുന്നത്?
അടാ LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.